ഇതാണ് ബാലൻ എന്ന കർഷകന്റെ കൃഷിയിടം. കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് വരെ തെങ്ങിൻ തോപ്പിൽ നിന്നുള്ള ആദായമാണ് ബാലൻ എന്ന കർഷകന് ഒരു മേൽവിലാസം ഉണ്ടാക്കി കൊടുത്തത്. പക്ഷെ ഇന്നിപ്പോൾ വീടിനോട് ചേർന്നുള്ള ഈ തെങ്ങിൻ തോപ്പ് നിലനിർത്തി ശിഷ്ടജീവിതം നയിക്കുകയാണ് ബാലൻ. കാരണം പലതുമുണ്ടെങ്കിലും ഇപ്പോഴുള്ള ബാലന്റെ കലശലായ പ്രശ്നം തെങ്ങിൽ കയറാനും സമയാസമയങ്ങളിൽ മരുന്നിടാനും പറ്റിയ ആളുകളെ കിട്ടുന്നില്ല എന്നതാണ്. അതുകൊണ്ട് ദിവസവും പറമ്പിൽ നടന്ന് ഉണക്കത്തേങ്ങകൾ പെറുക്കിയെടുക്കുകയാണ് ബാലന്റെ ഇപ്പോഴത്തെ പണി. വെറുതെ ഉണങ്ങി വേര് പിടിച്ചു പോയി. തെങ്ങിന്റെ ചോട്ടിന്ന് മാറിക്കടാ. ഇതാണ് ബാലന്റെ സുഹൃത്തായ ജോസഫ് എന്ന കർഷകൻ. ഈയിടെ ഒരു തെങ്ങിൻ തോപ്പൊക്കെ വാങ്ങി പുതിയ ചില കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് ഇദ്ദേഹം. ബാലേട്ടാ നമസ്കാരം. ആരത്? ജോസഫാ? ഇതുവരെ ഈ തേങ്ങാവർക്ക് കഴിഞ്ഞില്ലേ? എവിടെ? കഴിഞ്ഞ ആഴ്ച മുതൽ തുടങ്ങിയതാണല്ലോ ബാലേട്ടാ. എന്ത് ചെയ്യാനാ ജോസഫേ, കേറ ആളെ കിട്ടണ്ടേ? ഇത് കണ്ടില്ലേ കൂട്ടിയിട്ടിരിക്കണത്. എന്നാലും തന്നെ സമ്മതിക്കണം, നീ ആ തെക്കേലെ രവിയുടെ പറമ്പ് മേടിച്ചെന്ന് കേട്ടല്ലോ. അത് പിന്നെ ഈ തേങ്ങയ്ക്ക് വിലയില്ലാത്ത കാലത്ത് വല്ല ആവശ്യമാണ്? അതല്ല ബാലേട്ടാ, തേങ്ങയ്ക്ക് വിലയില്ലെന്നുള്ള കാര്യം ശരിയാ. നമ്മൾ തേങ്ങ കൊണ്ടുള്ള എന്തെങ്കിലും ഒരു ഉൽപ്പന്നം കടയിൽ ചെന്ന് വാങ്ങിയാട്ടെ, എന്ത് വിലയാ അതിനൊക്കെ. എല്ലാം പോട്ടെ, നമ്മുടെ വെളിച്ചെണ്ണ തന്നെ എടുക്കാം. എത്ര രൂപ കൊടുക്കണം 1/2 കിലോ പാക്കറ്റിന്? അതേപോലെ തേങ്ങ കൊണ്ടുണ്ടാക്കിയ ഉൽപ്പന്നങ്ങൾക്ക് എന്തിനും നല്ല വില കൊടുക്കണം. അപ്പോ തേങ്ങ കൊണ്ടുള്ള ഉൽപ്പന്നങ്ങൾക്ക് വില ഉണ്ടെന്നുള്ളത് ശരിയല്ലേ? അത് ശരിയാ ജോസഫേ. പക്ഷേ ഈ തെങ്ങും തേങ്ങയ്ക്ക് ഉള്ളത് കൊണ്ട് നമ്മെ പോലെയുള്ള കർഷകർക്ക് വല്ല ഗുണം കിട്ടണ്ടേ? അതും ശരിയാ ബാലേട്ടാ. പക്ഷെ നമുക്ക് ക്രിയാത്മകമായി എന്തെങ്കിലും ചെയ്തല്ലേ പറ്റൂ. ആ തേങ്ങ എടുത്തോ നീ. അങ്ങോട്ട് മാറി നടന്നോ, ഉണക്കത്തേങ്ങ എപ്പോഴാ തലയിൽ വീഴാന്നറിയില്ല. പിന്നൊരു കാര്യം ബാലേട്ടാ, ഈ തെങ്ങേ കയറുന്ന പുതിയ സംവിധാനത്തെ കുറിച്ച് ഞാനിടെ കേട്ടായിരുന്നു. തെങ്ങിൽ കയറാനുള്ള പരിശീലനമൊക്കെ ലഭിച്ച ആ കൂട്ടരെ ഒന്ന് ഫോൺ ചെയ്താൽ ഉടനെ വരുമെന്നാ ഞാൻ കേട്ടത്. ഓഹോ, അങ്ങനെ ഒരു സംവിധാനമുണ്ടോ? അതേന്നേ, അവർ വന്ന് തേങ്ങയിടുക മാത്രമല്ല, തെങ്ങിന് രോഗങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ അതും ഒരു കൈകാര്യം ചെയ്യുമെന്ന് അറിഞ്ഞത്. എന്താ അതിന്റെ പേരെന്ന് ഞാനങ്ങ് മറന്നു. അതെ, അവരെ വിളിക്കുന്ന പേരാണ് ചങ്ങാതിക്കൂട്ടം. ചങ്ങാതിക്കൂട്ടമോ? അതെ, ചങ്ങാതിക്കൂട്ടം സർക്കാർ സ്ഥാപനമായ നാളികേര വികസന ബോർഡ് ആസൂത്രണം ചെയ്ത് വിജയകരമായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ചങ്ങാതിക്കൂട്ടം. ഈ പദ്ധതിയിൽ എല്ലാ തരത്തിലുള്ള ആളുകളെയും, പ്രത്യേകിച്ച് സ്ത്രീകളെയും ഉൾക്കൊള്ളിച്ച് യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുത്ത് നൂതനമായ തേങ്ങയിടിയിൽ ഉപകരണത്തിന്റെ സഹായത്തോടെ തെങ്ങിൽ കയറുവാനുള്ള പരിശീലനവും തെങ്ങ് കൃഷിയുമായി ബന്ധപ്പെട്ട വിത്ത് ശേഖരണം മുതൽ പരിചരണം വരെയും വളരെ ന്യായമായ തുകയിൽ തെങ്ങ് കർഷകർക്ക് ചെയ്തു കൊടുക്കുന്ന കൂട്ടരെയാണ് ചങ്ങാതിക്കൂട്ടം എന്ന് വിളിക്കുന്നത്. ഇവരുടെ സേവനം ലഭ്യമാകാൻ നാളികേര വികസന ബോർഡുമായി ബന്ധപ്പെടുകയോ അല്ലെങ്കിൽ ബോർഡിന്റെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുള്ള പരിശീലനം ലഭിച്ച ആളുകളുടെ മൊബൈൽ നമ്പറിലോ വിളിക്കാം. എടാ ജോസഫേ, സംഗതി ഇത് കൊള്ളാമല്ലോ. നമുക്കൊരു കാര്യം ചെയ്യാം, മോളുടെ കമ്പ്യൂട്ടറിലെ ഇന്റർനെറ്റിൽ നമുക്കിപ്പൊ തന്നെ നോക്കിക്കളയാം. മോളെ ഞാൻ ഇപ്പൊ വിളിക്കാം. മോളെ. അങ്ങനെ മകളുടെ സഹായത്തോടെ നാളികേര വികസന ബോർഡിന്റെ വെബ്സൈറ്റിൽ ചങ്ങാതിക്കൂട്ടം പദ്ധതിയിൽ നിന്ന് പരിശീലനം ലഭിച്ച തന്റെ നാട്ടുകാര് വല്ലവരും ഉണ്ടോ എന്ന് നോക്കുകയാണ് ബാലൻ. ഫ്രണ്ട്സ് ഓഫ് കോക്കനട്ട് വന്നല്ലോ. എടാ ജോസഫേ, ഇതാണോ ചങ്ങാതിക്കൂട്ടം? മോളാ നമ്പർ ഒന്ന് നോക്കിയേ. ചങ്ങാതിക്കൂട്ടത്തിലെ ഇവിടെ വല്ല ആളുകളുടെ നമ്പർ ഉണ്ടോ ഒന്ന് നോക്ക്. ഒരാളുണ്ടല്ലോ. മോളൊരു കാര്യം ചെയ്യും, ആ മൊബൈൽ നമ്പറിലെ അതിലൊന്ന് ഡയൽ ചെയ്യും.
നാളികേര വികസന ബോർഡിന്റെ ചങ്ങാതിക്കൂട്ടത്തിന്റെ നമ്പറല്ലേ? അതെ സർ, ഇത് ചങ്ങാതിക്കൂട്ടത്തിലെ രാജേഷാണ് സംസാരിക്കുന്നത്. ആരാ വിളിക്കുന്നത് സർ? ഞാനേ ബാലനാ. പറഞ്ഞോളൂ. അതെ, എന്റെ വീട്ടിലെ തേങ്ങ പാകായിട്ട് 2 മാസമായി. ഉം, തേങ്ങയ്ക്കെല്ലാം ഉണങ്ങി വീഴുക. ആണോ? അതിന് വല്ല വഴിയുണ്ടോന്ന് അറിയാൻ വേണ്ടിട്ടാ. തീർച്ചയായും അതിന് വഴിയുണ്ടല്ലോ സർ. സാറിന്റെ വീട് എവിടെയാണെന്ന് കൃത്യമായി പറഞ്ഞാൽ 1 മണിക്കൂറിനകം ഞാൻ അവിടെ എത്താം. എന്റെ വീട് കുന്നുംപുറം കുന്നുംപുറം കവലയിൽ നിന്ന് ആര്യാടമ്പലല്ലേ, അമ്പലത്തിന്റെ അവിടുന്ന് വലത്തെ ഭാഗത്തുനിന്ന് 3ാമത്തെ വീട്. 3ാമത്തെ വീടല്ലേ? ആ മരുന്നിന്റെ അരി കൂടി. പിന്നെ ഒരു കാര്യം, 2-3 തെങ്ങിന് മരുന്നും കൂടി ഇടണം. അപ്പൊ അതിനുള്ള സംവിധാനം കൂടി കരുതണേ. അതിനെന്താ സർ, അതും ചെയ്തേക്കാം നമുക്ക്. ആയിക്കോട്ടെ. ശരി ശരി. ജോസഫേ, വരാന്ന് 1 പറഞ്ഞോ? മണിക്കൂറിന്റെ ഉള്ളിൽ വരാന്ന്. ചങ്ങാതിക്കൂട്ടത്തില് രാജേഷ് എത്തിക്കഴിഞ്ഞല്ലോ. ഇത്രയും കാലം നാടൻ തെങ്ങുകയറ്റക്കാരെ കണ്ടു പരിചയിച്ച ബാലന്റെ കണ്ണുകൾക്ക് ചെറുപ്പക്കാരനായ രാജേഷിന്റെ രൂപവും ഭാവവും കണ്ടപ്പോൾ ഒരു ചെറിയ സംശയം. ഓ, താനാണല്ലേ ഫോണിൽ എന്നോട് സംസാരിച്ച ചങ്ങാതിക്കൂട്ടത്തിലെ ആ തെങ്ങ് കയറുന്ന ആള്? അതെ, ഞാനാ ചങ്ങാതിക്കൂട്ടത്തിലെ രാജേഷ്. സാറാണല്ലോ എന്നെ വിളിച്ചത്. ഞാനാ വിളിച്ചത്. ഞങ്ങളെക്കുറിച്ച് ഇതിനു മുമ്പ് തന്നെ പത്രങ്ങളിലും മറ്റു മാധ്യമങ്ങളിലും വന്നിരുന്നാണല്ലോ. പിന്നെ ചങ്ങാതിക്കൂട്ടത്തിലെ ഭൂരിഭാഗം ചെറുപ്പക്കാരും അഭ്യസ്തവിദ്യരാണ് കേട്ടോ. അപ്പൊ ഈ നാളികേര വികസന ബോർഡ് നിങ്ങൾക്ക് ഈ പരിശീലനമൊക്കെ തന്നിട്ടുണ്ടോ? പിന്നെ നാളികേര വികസന ബോർഡ് കേരളത്തിലെ ഓരോ ജില്ലകളിലും പ്രവർത്തിക്കുന്ന വിവിധ കൃഷി വിജ്ഞാന കേന്ദ്രങ്ങളും NGOകളും വഴിയാണ് പരിശീലനം നൽകുന്നത്. കൂടാതെ തമിഴ്നാട്, കർണാടകം, മഹാരാഷ്ട്ര, ഗോവ, ഛത്തീസ്ഗഡ്, ഒറീസ, ആസാം തുടങ്ങിയ ഇതര സംസ്ഥാനങ്ങളിലും ഈ പരിശീലന പരിപാടികൾ ബോർഡ് നടത്തിവരുന്നുണ്ട്. അതാത് ജില്ലകളിൽ നിന്ന് തെരഞ്ഞെടുക്കുന്ന സ്ത്രീകളടങ്ങുന്ന ചെറുപ്പക്കാരുടെ ഗ്രൂപ്പിന് 6 ദിവസം നീണ്ടു നിൽക്കുന്ന പരിശീലനത്തിൽ അവിടെ തന്നെ താമസിച്ച് രാവിലെ 8:30 മുതൽ ആരംഭിക്കുന്ന വിവിധതരം ക്ലാസുകളിൽ ഉപകരണത്തിന്റെ സഹായത്തോടെ തെങ്ങിൽ കയറുവാനുള്ള വിദഗ്ധ പരിശീലനത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ തെങ്ങ് കൃഷിയുടെ സാധ്യതകൾ, സമ്പ്രദായങ്ങൾ, വിത്ത് തേങ്ങാ ശേഖരണം, നഴ്സറി പരിപാലനം, രോഗകീട നിയന്ത്രണം, മാതൃവൃക്ഷം തെരഞ്ഞെടുക്കൽ, വളരെ സുരക്ഷിതത്തോടെ തെങ്ങിൽ കയറുവാനുള്ള പരിശീലനവും കൂടാതെ ഗവേഷകർ നയിക്കുന്ന വിവിധ തരം ക്ലാസുകളിൽ നാളികേരാധിഷ്ഠിതമായി വിവിധ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന രീതികളും, പിന്നെ പരിശീലനം ലഭിച്ചവർ സംഘങ്ങൾ രൂപീകരിച്ച് ഒരുമിച്ചു പോയി തേങ്ങയിടാനും മറ്റ് സ്ത്രീ സംഘടനകളുമായി സഹകരിച്ച് ടെൻഡർ കോക്കനട്ട് സ്റ്റാളുകൾ നടത്തുന്നതിനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിലും പരിശീലനം നൽകുന്നു. ഇതിനു പുറമെ ദിവസവും രാവിലെ 6:30 മുതൽ ആരംഭിക്കുന്ന യോഗ പരിശീലനം, വിവിധ കായികക്ഷമതാ പരിശീലനവും, വ്യക്തിത്വ വികസന പരിശീലനം, പ്രഥമ ശുശ്രൂഷ, ഇൻഷുറൻസ് പരിരക്ഷ, സമ്പാദ്യശീലം വളർത്തുന്ന രീതികൾ, പിന്നെ പരിശീലനാർത്ഥികളുടെ വിവിധതരം വിനോദ പരിപാടികൾ എന്നിങ്ങനെ തെങ്ങ് കൃഷിയുമായി ബന്ധപ്പെട്ട സമഗ്രമായ പരിശീലനമാണ് ചങ്ങാതിക്കൂട്ടം എന്ന പദ്ധതിയിലൂടെ ഞങ്ങൾക്ക് ലഭിക്കുന്നത്. പരിശീലന പരിപാടി കഴിഞ്ഞ ഈ ചങ്ങാതിമാരുടെ പ്രവർത്തനത്തെക്കുറിച്ച് വളരെ നല്ല രീതിയിലുള്ള അഭിപ്രായമാണ് ഞങ്ങൾക്ക് കർഷകരിൽ നിന്നും ലഭിക്കുന്നത്. കാരണം
ഈ തെങ്ങ് കൃഷിയെ പുനരുജ്ജീവിപ്പിക്കാൻ ഇതുപോലെ നല്ല ഒരു പദ്ധതി വളരെ അത്യാവശ്യമായിരുന്നു എന്നുള്ള അഭിപ്രായമാണ് മുഴുവൻ കർഷകർക്കുമുള്ളത്. ഇതിനോടകം തന്നെ ഏകദേശം 5000-ഓളം യുവാക്കളാണ് ഈ പരിശീലനം കഴിഞ്ഞ് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ 15,000 രൂപ മുതൽ 20,000 രൂപ വരെ മാസവരുമാനമുണ്ടാക്കാവുന്ന ഈ തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്നത്. ചങ്ങാതിക്കൂട്ടത്തിന്റെ ഈ പ്രോഗ്രാമിന്റെ പരിശീലനത്തിൽ നിന്നും എനിക്ക് തേങ്ങയിടാനുള്ള ഒരു ഇത് മാത്രമല്ല ലഭിച്ചിരിക്കുന്നത്. ഞങ്ങൾ പഠിച്ച് ഈ പരിശീലനം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഞങ്ങൾ തെങ്ങിൻ്റെ ഒരു ഡോക്ടറായിട്ടാണ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്നത്. അതിന് വേണ്ടതൊക്കെ എല്ലാവിധ അറിവുകളും തെങ്ങിൻ്റെ രോഗത്തെക്കുറിച്ചും തെങ്ങിനെ ബാധിക്കുന്ന കീടങ്ങളെക്കുറിച്ചും വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് ഞങ്ങൾക്ക് ഇവിടെ ഡോക്ടർമാരും ക്ലാസ് എടുത്തിരിക്കുന്നത്. അവർ നമ്മൾക്ക് ഉണ്ടാകുന്ന സംശയങ്ങൾ അപ്പം തന്നെ ക്ലാസ്സിൽ വെച്ച് തന്നെ ക്ലിയർ ചെയ്ത് മനസ്സിലായില്ലെങ്കിൽ പുറത്തു കൊണ്ടേ നമ്മൾ തെങ്ങിൽ കൊണ്ടേ കാണിച്ചു തന്ന് അങ്ങനെ വളരെ വിശദമായിട്ടാണ് ഞങ്ങൾക്ക് ഇവിടെ ക്ലാസ് എടുത്ത് ഞങ്ങൾക്ക് പരിശീലിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് വെറും തേങ്ങ ഇടാനുള്ള ഒരു തൊഴിലാളികൾ മാത്രമായിട്ടല്ല, തെങ്ങിന് വേണ്ട എല്ലാ രോഗങ്ങളും കണ്ട് മനസ്സിലാക്കാനും ഞങ്ങൾക്ക് അതിനുള്ള പ്രതിവിധി ചെയ്തു കൊടുക്കാനും തക്ക പ്രാപ്തരാക്കിയാണ് ഞങ്ങൾ ഈ പരിപാടിയിൽ പുറത്തേക്ക് വിടുന്നത്. ഒരിക്കലും ഒരു സ്ത്രീക്കും സാധിക്കാത്ത ഒരു സംഭവമാണിത്. ഇതിൽ എത്തിയതിന് ശേഷം ആരും ഇതുവരെ കുറ്റപ്പെടുത്തിയിട്ടൊന്നുമില്ല. നല്ല വരുമാനം മാത്രമേ എനിക്ക് ലഭിച്ചിട്ടുള്ളൂ. എൻ്റെ കുട്ടികൾക്കായാലും അവരുടെ പഠിപ്പിനായാലും എൻ്റെ വീട്ടിലെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയിട്ടും എനിക്ക് ഈ ജോലിയിൽ നിന്ന് നല്ലൊരു വരുമാനം കിട്ടുന്നുണ്ട്. ഇനിയായാലും കൂടുതൽ സ്ത്രീകൾ ഇതിലേക്ക് വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം ഒരു കാര്യത്തിലും ഇനി സ്ത്രീകൾ പിന്നോട്ട് മാറരുതെന്നാണ് എൻ്റെ ആഗ്രഹം. കൂടാതെ പരിശീലനം ലഭിച്ചവർ ഓരോ ദിവസവും പണി കഴിയുന്ന മുറയ്ക്ക് അവരവരുടെ മൊബൈൽ ഫോണിൽ നിന്ന് അതാത് ദിവസത്തെ വരുമാന കണക്കുകൾ ബോർഡ് നിർദ്ദേശിച്ച മൊബൈൽ നമ്പറിലേക്ക് SMS വഴി അയക്കുമ്പോൾ പ്രത്യേകമായി രൂപപ്പെടുത്തിയതും ഇന്റർനെറ്റിന്റെ സഹായത്തോടെ പ്രവർത്തിക്കുന്നതുമായ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ സംസ്ഥാനം, ജില്ല, പ്രദേശം, ഉദ്യോഗാർത്ഥിയുടെ പേര്, കയറിയ തെങ്ങുകൾ, വരുമാനം എന്നീ കണക്കുകൾ തരം തിരിച്ച് സൂക്ഷിച്ചു വെക്കുന്നു. പിന്നെ ഓരോരുത്തരുടെയും പ്രവർത്തന മികവിന്റെ അടിസ്ഥാനത്തിൽ വാഹനം വാങ്ങുന്നതിനുള്ള വായ്പകൾ തുടങ്ങിയ സംവിധാനങ്ങളും നാളികേര വികസന ബോർഡ് നടപ്പിലാക്കി വരുന്നുണ്ട്. കൂടാതെ പരിശീലനാർത്ഥികൾക്ക് അപകട ഇൻഷുറൻസ് പരിരക്ഷയും നടപ്പിലാക്കി വരുന്നുണ്ട്. പിന്നെ തെങ്ങിനെ പരിപാലിക്കേണ്ടതും സംരക്ഷിക്കേണ്ടതും ഞാൻ ഉൾപ്പെടെയുള്ള പുതിയ തലമുറയുടെ കൂടി ആവശ്യമല്ലേ. പിന്നെ പുതിയൊരു കാര്യം കൂടി പറയാനുള്ളത് തെങ്ങിൽ നിന്ന് നീര എന്ന പാനീയം ഉണ്ടാക്കാനുള്ള പദ്ധതിയെക്കുറിച്ചാണ്. നീര എന്ന പാനീയമോ? ഞാൻ അതിനെ കുറിച്ച് അത് തന്നെ. ഞങ്ങളിൽ നിന്ന് വൈദഗ്ധ്യമുള്ളവരെ കണ്ടെത്തി അതിനുള്ള പരിശീലനവും നൽകി വരുന്നുണ്ട്. പിന്നെ വിദേശ രാജ്യങ്ങളിൽ തെങ്ങ് കൃഷിയുമായി ബന്ധപ്പെട്ട് നിരവധി തൊഴിലവസരങ്ങളല്ലേ വരുന്നത്. അപ്പോ നിങ്ങളെപ്പോലെയുള്ള ചെറുപ്പക്കാർക്ക് ഈ തെങ്ങ് കൃഷിയായി ബന്ധപ്പെട്ട് ഒരുപാട് അവസരങ്ങളാണ് അല്ലേ? യെസ്, തീർച്ചയായും. അതെ, നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിലാ കയറാം. ശരി. അതെ, ഇത് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ അപ്പുറത്ത് നോക്കാം. അതിനെന്താ? ഇത് കൊള്ളാമല്ലോ. ബെൽറ്റൊക്കെ ഉള്ളത് കൊണ്ട് സുരക്ഷിതാണ് അല്ലേ? പിന്നെ ഇത് കെട്ടിട്ടാണ് കയറണേ അല്ലേ? അതെ അതെ. ഈ മാസ്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം, പൊടിയൊന്നും കയറാതിരിക്കാം. അത് ശരി. നന്നായി. പിന്നെ വേറൊരു കാര്യം, അവിടെ 1-2 തെങ്ങിന് മരുന്നിടാണ്ട്. നോക്കാം. തെങ്ങുകളിലെ രോഗത്തെ പറ്റിയും അതിന് പ്രതിവിധിയായി ചെയ്ത കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായി പറഞ്ഞു മനസ്സിലാക്കിയ ചങ്ങാതിക്കൂട്ടത്തിലെ രാജേഷിന്റെ സേവനങ്ങൾ ബാലന് നന്നേ ബോധിച്ചു എന്ന് തോന്നുന്നു. നാളികേര വികസന ബോർഡിന്റെ ഈ പദ്ധതി പ്രകാരം ബാലനെ പോലെയുള്ള നാളികേര കർഷകർക്ക് സമയാസമയങ്ങളിൽ തേങ്ങയിടാനും തെങ്ങിന് മരുന്നിടാനും ഈ ചങ്ങാതിക്കൂട്ടം എന്ന പദ്ധതിയിലൂടെ ഇനിയിപ്പോൾ സാധിക്കും. അപ്പൊ ചേട്ടോ, ഇനി എന്താവശ്യമുണ്ടെങ്കിലും ചങ്ങാതിക്കൂട്ടത്തെ വിളിക്കാൻ മറക്കരുത്. തീർച്ചയായും. നിങ്ങളുടെ ഈ ചങ്ങാതിക്കൂട്ടത്തിന്റെ സേവനങ്ങൾ എപ്പോഴും ഉണ്ടെങ്കിൽ
ഞങ്ങളെപ്പോലുള്ള കർഷകർക്ക് ധൈര്യമായി മുന്നോട്ട് പോകാമല്ലോ. ശരിയേട്ടാ. വളരെ ഉപകാരട്ടാ. ആ ഹലോ ബാലേട്ടാ. ആ എടോ ജോസഫേ, താൻ കേട്ടത് നേരാടോ. ആ ഈ നാളികേര വികസന ബോർഡിന്റെ ചങ്ങാതിക്കൂട്ടം എന്ന പദ്ധതി ഉണ്ടല്ലോ, അത് വളരെ കേമാണോ. ആണോ? ആ തന്റെ അടുത്തേക്കും അവരിപ്പൊ എത്തും. അതെ, പിന്നെ വേറൊരു കാര്യം പറയാതെ നിവൃത്തിയില്ല. താനാ തെങ്ങും തോപ്പ് മേടിച്ചത് ശരിയായ സമയത്താണോ? അതെ അതെ ബാലേട്ടാ. അതെ, ഇനി നമുക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് പോകാടോ. എടോ ചങ്ങാതിക്കൂട്ടമില്ലേ നമ്മുടെ കൂടെ? ഓക്കെ ഓക്കെ ഓക്കെ. ചങ്ങാതിക്കൂട്ടം എന്ന സംവിധാനം ബാലനെയും ജോസഫിനെയും പോലെയുള്ള ഓരോ കേര കർഷകനും താങ്ങും തണലും പ്രോത്സാഹനവുമായി. കേരളത്തിലെ തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്ക് അഭിമാനമാകുന്ന ഒരു തൊഴിലും നാടിന്റെ കാർഷിക മേഖലയ്ക്ക് ഉണർവും നൽകി നാളികേര സംരക്ഷണം ഐശ്വര്യ കേരളത്തിന്റെ മുഖമുദ്രയാക്കാൻ കേര സംരക്ഷണത്തിന്റെ ഉണർത്തുപാട്ടുമായി ഇതാ നാട്ടിലെങ്ങും ചങ്ങാതിക്കൂട്ടമെത്തുന്നു.